ഈശ്വംഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും ഇന്നേ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പള്ളി തന്നെയായ പുത്തൻപള്ളിയുടെ ഫ്രണ്ടിലാണ്. അപ്പം ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേരാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, അന്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും കേൾക്കാനും അവരുടെ ലാംഗ്വേജിനെ പറ്റിയെല്ലാം കൂടുതൽ അറിയാനും വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ബ്രെയിലി ലാംഗ്വേജ്. അപ്പം അത്തരത്തിലൊരു ലാംഗ്വേജ് വഴിയായിട്ട് കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളും ഇന്ന് സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്. പുത്തൻപള്ളിയിലെ 2 സ്ഥലങ്ങൾ 2 ഭാഗങ്ങളിലുമായിട്ട്. അപ്പം ഇന്നേ ദിവസം അത് സ്ഥാപിക്കാനായിട്ട് പോകുന്നതിന് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് എത്തിച്ചേർത്തിരിക്കുന്നത് പുനർജീവ കമ്പനിയും ഒപ്പം തന്നെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും സംനിത സോഷ്യൽ ഇൻക്ലൂസീവ് ലാബും കൂടിയാണ്. അപ്പം നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ അറിയാം. ഈശ്വംഷിഹായ്ക്ക് അച്ഛ. നമുക്കറിയാൻ കഴിഞ്ഞ അച്ഛന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഒരു കാഴ്ചശക്തിയിലും ഇതൊക്കെ ആയിട്ട്. എന്നിരുന്നാലും ഇന്നത്തെ ഒരു ദിവസം വലിയൊരു കാര്യമാണ് നമ്മുടെ പുത്തൻപള്ളിയിൽ ഒരു ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും സംനിതയും പുനർജീവിയും കൂടെ ഇന്ന് ആരംഭിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പം അച്ഛൻ അത് കണ്ടിരുന്നോ? അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം. ജ്യോതി കോളേജിൽ പോയിട്ട് ഞാൻ എല്ലാം കണ്ടിരുന്നു. അവരെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എല്ലാം ഞാൻ കാണുകയല്ല, സ്പർശിച്ചെല്ലാം അനുഭവിച്ചിരുന്നു. അച്ഛൻ ഇപ്പം അച്ഛൻ്റെ ഡെസിഗ്നേഷൻ എന്താണ്? എന്തായിട്ടാണ് ഇപ്പം അച്ഛൻ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ സാഗർ ഭവൻ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ, സാഗർ ഭവനിൽ വയസ്സായിട്ടുള്ളത് അച്ഛന്മാർ താമസിക്കുന്ന സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കൂടാതെ കാഴ്ചപരിമിതരും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദർശന സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ ദർശന ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ കലാ, കായിക, വിദ്യാഭ്യാസ, തൊഴിൽ പരിശീലന, ഭവന നിർമ്മാണ, ആരോഗ്യ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു ഇത്രയും പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കാഴ്ചപരിമിതരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊന്ന് അനുഭവിച്ചറിയാനായിട്ടുള്ള ഒരു അവസരമാണ് നൽകിയിരിക്കുന്നത്. കാരണം ഒരിക്കലും ഇങ്ങനത്തെയുള്ള ഒരു ചിന്തകൾ മറ്റുള്ളവർ കൊണ്ടുവരാൻ സാധ്യതയില്ല. പക്ഷേ ഒരു വ്യക്തിയിൽ നിന്ന് ഉദിച്ച ഈ ഒരു പ്രസ്ഥാനം ഇന്ന് ഏറ്റവും ഭംഗിയായിട്ട് മറ്റുള്ളവർക്ക് പ്രചോദനപരമായിട്ട്, ഞാൻ കേട്ടതനുസരിച്ച് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, വേൾഡിലായാലും ആദ്യത്തെ ഒരു ദേവാലയമായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റവും സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ് ഭിന്നശേഷിക്കാർക്ക് അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴെങ്കിലും ഒന്ന് വന്ന് അനുഭവിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും പറ്റുന്ന ഒരു അവസരം. അതെ, നമുക്ക് മനസ്സിലാവും. ബ്രെയിലി ലാംഗ്വേജ് ഒക്കെ പഠിച്ച് കൂടുതൽ അതിൽ അച്ഛൻ അതിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ലാംഗ്വേജ്. ബ്രെയിനിൽ എനിക്ക് ഹാഫ് ജീവിതം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാഴ്ചയ്ക്ക് ഒരു 35-ാമത്തെ വയസ്സിലാണ് ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ ബ്രെയിനിൽ പഠിക്കേണ്ട വന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം മൊബൈലിൽ എല്ലാം കേട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചിട്ടില്ല, ബ്രെയിനിൽ പഠിച്ചിട്ടില്ല. എന്ന് തുടങ്ങിയാണ് ഇങ്ങനെ അച്ഛൻ ഇത്രയൊരു ബുദ്ധിമുട്ട് രൂപപ്പെടാനായിട്ട് തുടങ്ങിയത്? ഞാനൊരു 35-ാമത്തെ വയസ്സിലാണെന്ന് ഞാൻ പറയാം. ഒരു 32-ാമത്തെ വയസ്സിൽ ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നു. അതിനെ തുടർന്ന് ആദിവാസി ഏരിയയിൽ, മധ്യപ്രദേശിലുള്ള ആദിവാസി ഏരിയയിൽ പ്രവർത്തിക്കാനായിട്ട് പോയി. അവിടെ വെച്ച് എനിക്ക് മലേറിയ വന്നു. അതിൻ്റെ മെഡിസിൻ കഴിച്ചു. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് കണ്ണിന് ഒരു കാഴ്ച മന്ദീഭവിക്കാനായിട്ട് തുടങ്ങി. അതിന് 35 വയസ്സ് മുതൽ ഞാൻ അനുഭവിച്ചു തുടങ്ങി, കാഴ്ച പരിമിതി നേരിടാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 90% ഇല്ല എന്നേ ഉള്ളൂ. ഒരുപാട് നന്ദി അച്ഛാ. അപ്പം ഇത്രയും ഒരു സംരംഭം അതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് തന്നെ ഈ ഒരു ദേവാലയത്തിൽ എത്തിച്ചേരാനായിട്ട് അച്ഛന് സാധിച്ചതിലും ഞങ്ങളും ഒത്തിരി സന്തോഷം വഹിക്കുന്നു. താങ്ക് യു അച്ഛൻ. ഇപ്പം നമ്മളൊപ്പം ചേരുന്നത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരാണ്. ഹായ് സാർ. ഹായ് മാം. അപ്പം ആദ്യം തന്നെ നിങ്ങൾ രണ്ടുപേരുടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് നൽകാമോ? ഞാൻ ഡോക്ടർ ഷൈനി, അസോസിയേറ്റ് പ്രൊഫസർ CS ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞങ്ങൾ ഈ സംനിത ലാബ് സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിൻ്റെ ഇൻചാർജാണ് കോളേജിലത്തെ. എൻ്റെ പേര് ജിനേഷ്. ഞാൻ മെക്കാട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരാണ് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് റൺ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊരു പ്രൊജക്റ്റ്, അതായത് ഇത്രയും ഒരു സംരംഭമായിട്ട് ഒരു പുതിയൊരു തുടക്കം നമ്മുടെ ഈ ഒരു തൃശ്ശൂർ അതിരൂപതയിലെ പുത്തൻപള്ളി എന്നുള്ളൊരു ദേവാലയത്തിലൂടെ തുടങ്ങുന്നത് വഴിയായിട്ട് എന്താണ് നിങ്ങളുടെ ആ ഒരു ഉദ്ദേശം? എന്താണ് നിങ്ങൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഓൾറെഡി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റായിട്ട് ഒത്തിരി പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരാണ് അതിൻ്റെ മെയിൻ കോർഡിനേറ്റേഴ്സ്. ഈ അടുത്ത് തന്നെ ഞങ്ങൾ ഒരു MRS സ്കൂളുകളൊക്കെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ട സ്പോർട്സ് കിറ്റുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ
സോഷ്യൽ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവർ പുനർജീവൻ ഞങ്ങൾ കോളേജുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത്. അത് ഇത്രയും ഭയങ്കര സ്പീഡിൽ തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ ഒരു ചർച്ച് സെലക്ട് ചെയ്യാൻ കാരണം ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് അത്രയും നല്ലൊരു പബ്ലിസിറ്റി കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം തന്നെ സെലക്ട് ചെയ്തത്. നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണോ അതോ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും കൂടുതലായിട്ട് പറ്റുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും? എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ കുട്ടികളെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ അവരെ എംപതറ്റിക്കൽ തിങ്കിങ്, അതായത് നമ്മളൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ പ്രാർത്ഥിച്ച് പോവാതെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് കാഴ്ച പരിമിതിയുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ കുട്ടികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം, അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലാബ് ഇൻക്ലൂഷൻ ലാബാണ്. അതായത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല, പുറമേ ഇൻക്ലൂഡ് ചെയ്യണം. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് ഓൾറെഡി സാറ് പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളും ഒരു 80% ആൾക്കാർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കി 20% നമ്മളങ്ങ് അവോയ്ഡ് ചെയ്യാണ്. പക്ഷേ ഈ ഒരു ലാബിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 100% ആൾക്കാർക്കും ആക്സസിബിൾ ആയിട്ടുള്ളൊരു ലാബാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ സംനിത സോഷ്യൽ ഇൻക്ലൂസീവ് ലാബിനെ കുറിച്ചായിരുന്നു. അപ്പം അടുത്തതായി നമുക്ക് പുനർജീവ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ അതിൽ 2 മാഡംസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഹായ് മാംസ്. അപ്പം നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു പുനർജീവയുടെ ഭാഗമായി മാറിയത് എന്നുള്ള ഒരു കാര്യം പ്രേക്ഷകർക്കായി ഒന്ന് പറയാമോ? എൻ്റെ പേര് സ്മിത. ഞാൻ പുനർജീവ ടെക്നോളജി സൊല്യൂഷൻസ് എന്ന സ്റ്റാർട്ടപ്പിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. പുനർജീവ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഏകദേശം 200-ലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പല വ്യത്യസ്തങ്ങളായ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഏകദേശം 15,000-ലധികം ആൾക്കാരിലേക്ക് അവരുടെ ഫാമിലീസിലേക്കും റീച്ച് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും തെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷനിൽ ഗെയിമിഫൈഡ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അങ്ങനെ ഉള്ള വ്യത്യസ്തങ്ങളായ പ്രോഡക്റ്റുകളും സർവീസും ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. മാം അടുത്തതായി മാം. എൻ്റെ പേര് രശ്മി രവീന്ദ്രനാഥൻ. ഞാൻ പുനർജീവ ടെക്നോളജി സൊല്യൂഷൻസിൻ്റെ ചീഫ് ഡിജിറ്റൽ ഓഫീസറാണ്. ഇപ്പം ഞാൻ ഈ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിനെ പറ്റി പറയുമ്പോൾ ഇൻക്ലൂഷൻ എന്നുള്ളൊരു വാക്കിനെ ആണ് ഞാനവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം സ്മിത പറഞ്ഞ പോലെ ഈ സൊസൈറ്റിയിലുള്ള പല തരത്തിലുള്ള ആൾക്കാരെ കേറ്റർ ചെയ്യുന്ന സർവീസസും സൊല്യൂഷൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അത് അവരിലോട്ട് മാത്രം എത്തിക്കാതെ നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്നവർക്കും കൂടിയും അവരെ പറ്റി അറിയണം. നമ്മൾ ഓരോ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോഴും ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതാരാണോ ഉപയോഗിക്കാൻ പോകുന്നത് അവരെ നല്ലപോലെ പഠിച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെയാണ് ഈ സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ലാബിനെ സംബന്ധിച്ചിടത്തോളം ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജായിട്ട് ഞങ്ങൾ ഈ ഒരു ലാബിന് വേണ്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും മെൻറ്റർഷിപ്പ്, അതേപോലെ ഇവർക്ക് ഇപ്പം ഞങ്ങൾ കുറച്ച് നാളായല്ലോ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സൊസൈറ്റിയെ പറ്റിയുള്ള ഞങ്ങൾക്ക് ഉള്ള ഒരു പരിമിതമായ അറിവ് എല്ലാം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഇൻക്ലൂഷൻ ലാബായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇനി വരുന്നൊരു ഫ്യൂച്ചർ ജനറേഷൻ, ദാറ്റ് ഇസ് കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, സ്കൂൾ പോകുന്ന കുട്ടികളായിക്കോട്ടെ, അവരൊക്കെ അറിയണം ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. അവർ ക്ലാസ് റൂമിലത്തെ പഠനമല്ലാതെ പുറത്തിറങ്ങിയ ആൾക്കാരെ കണ്ട് അവരെ എങ്ങനെയൊക്കെ ഈ ടെക്നോളജി വെച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് വലിയൊരു ഇനീഷ്യേറ്റീവായിട്ട് നമുക്ക് തോന്നി. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. താങ്ക് യു മാം. നമുക്കറിയാലോ വിശുദ്ധ കാർലോ അക്വിറ്റസിനെ പോലെയുള്ള ഒരു കൂട്ടം കൂട്ടുകാരാണ് ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഇന്നത്തെ ഈ ഒരു ആധുനിക ലോകത്ത് പുതിയ ഇൻ്റർനെറ്റ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് മാത്രമല്ല, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ഇപ്പം ഇമ്പയർമെൻറ്റ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൂടെ പ്രയോജനമാകത്തക്ക രീതിയിലുള്ള
ഒരു പുതിയൊരു പ്രൊജക്റ്റാണ് അവർ ഇന്നിവിടെ പുത്തൻപള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരെയാണ്. താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞു വരുമായിരുന്നു സാർ, ഈ ഇത്രയും നല്ലൊരു സംരംഭം നമ്മൾ ഈ പുത്തൻപള്ളിയിൽ തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ ഒരു സംരംഭം തന്നെയാണ്. അപ്പം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പോലെ തന്നെ കുരിശിൻ്റെ വഴിയുടെ 8ാമത്തെ ആ ഒരു സ്റ്റേഷൻ ഇവിടെ നമുക്ക് കാണാം. അപ്പം സാർ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ കാഴ്ച പരിമിതി ഉള്ളവരെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കാഴ്ചശക്തി വളരെ കുറഞ്ഞ കാഴ്ചയുള്ളവരെയൊക്കെ എടുക്കുമ്പം കുരിശിൻ്റെ വഴി നമ്മൾ എന്നും കണ്ടിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ പള്ളികളിലെ ഭിത്തികളിൽ അത് മണ്ടയിലാണ്. എന്നാൽ അത് എന്തുകൊണ്ട് നമുക്ക് അവർക്ക് സ്പർശനമാവുന്ന രീതിയിൽ താഴെയോട്ട് എത്തിക്കുകയും അതുമാത്രമല്ല അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ എങ്ങനെ നമുക്ക് കൺവേർട്ടാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്താശേഷിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് കുരിശിൻ്റെ വഴിയുടെ ടാക്റ്റൈൽ കുരിശിൻ്റെ വഴി എന്ന് വേണേൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അതിനെ. അതായത് ഈ കുരിശിൻ്റെ വഴിയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഓരോ സ്റ്റേഷനും, അതായത് ഓരോ സ്ഥലത്തും ഈശോമിശിഹായ്ക്ക് ഓരോ സ്ഥലത്തൂടെയും ഈശോമിശിഹ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളെ വളരെ ഡീപ്പായിട്ടുള്ള രീതിയിൽ വളരെ ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഇവിടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാക്റ്റൈൽ രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഏകദേശം 4 പേരുണ്ട്. ഈ 4 പേര് ആരാണെന്ന് ടാക്റ്റൈലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുക. അതായത് കണ്ണ് കാണാത്ത ഒരാൾ വന്ന് ഈ നമ്മളുടെ ഈ രൂപത്തിൽ കൂടെ കൈ തൊടുമ്പോൾ ഇവിടെ താഴെ അത് ആരാണെന്ന് മാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടാക്റ്റൈൽ മെഷറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ നമുക്ക് കാണാം, ഇത് ഈശോ, ഇത് റോമൻ പടയാളി, ഇതൊരു കുട്ടി, ഇതൊരു വുമൺ അല്ലെങ്കിൽ ഒരു അമ്മ, അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു, എന്നിട്ട് ഈ സ്ഥലം എന്താണെന്നും അത് ബ്രെയിൽ രൂപേണ മനസ്സിലാവുന്ന രീതിയിൽ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ബ്രെയിലിലൂടെയാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ അവർ പഠിക്കുന്നത്. അത് മാത്രമല്ല അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ. ഓക്കെ, ഇത് ചെയ്യാനുള്ള ഒരു മേജർ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളികളും നമ്മുടെ ഫെയ്ത്തും, എസ്പെഷ്യലി വിശ്വാസം, അത് കുറച്ചും കൂടെയൊക്കെ ആക്സസിബിൾ ആകുക, ഇൻക്ലൂസീവ് ആകുക. അതുകൊണ്ടാണ് പുത്തൻപള്ളി തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. ഇതൊരു നമുക്കറിയാവുന്നത് പോലെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടെയാണ്. അത് ഇപ്പോൾ ഈ ഒരു സമയം തന്നെ ചെയ്യാനുള്ള ഒരു കാരണവും കൂടെ, അടുത്ത ആഴ്ച നമ്മളൊരു ഹോളി വീക്കിലേക്ക് കടക്കുവാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള ഒരു ഈസ്റ്റർ ആവട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ അതും ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇത് ചെയ്തെടുത്തത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. അതായത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ സംനിത എന്ന് പറയുന്നൊരു ഇൻക്ലൂഷൻ ലാബുണ്ട്. നമ്മൾ ഇൻക്ലൂഷൻ ലാബിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഇൻക്ലൂഷൻ ലാബ് എന്ന് പറയുന്നതിനെ എമ്പതി വളർത്തിയെടുക്കുക, അതായത് എഞ്ചിനീയറിംഗ് എങ്ങനെ എമ്പതി ആയിട്ട് സഹാനുഭൂതി വളർത്തിയെടുക്കാൻ കഴിയുക, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റും കൂടെ ആയിരുന്നു. അപ്പം അത് ഡിസൈൻ ചെയ്യുകയും അതിനകത്ത് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുകയും ഡിസൈനിൽ തന്നെ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുകയും എഞ്ചിനീയറിംഗ് സ്കിൽസിലൂടെ ആ ഒരു എമ്പതി വളർന്ന് നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഇൻക്ലൂഷൻ എന്ന് പറയുന്ന വാക്ക് ചുമ്മാതല്ല, അത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സാർ, നമുക്ക് കാണാം സ്കാൻ ഫോർ മോർ എന്ന് പറഞ്ഞിട്ട് സ്കാൻ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ ലാംഗ്വേജ് സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ജീസസ്, വുമൺ, ചൈൽഡ്, റോമൻ സോൾജിയർ എന്നൊക്കെ പറഞ്ഞ് അതിൽ ഐക്കൺസ് ഒക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു സ്കാൻ കോഡ് അപ്പം എന്തിനായിരുന്നു അതിൻ്റെ ഒരു ആവശ്യം? അതായത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൽ എന്ന് പറയുന്ന ഒരു ഭാഷ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രെയിലിലൂടെ നമ്മളിതെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നാൽ നമുക്ക് എഴുതി വെക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് എഴുതി വെക്കാൻ കഴിയുന്നതിന് ഒരു പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതികളെയാണ് നമ്മൾ ഓഡിയോയിലൂടെ, കാരണം കേൾവി ശക്തി കുഴഞ്ഞവർക്ക് ഓഡിയോയിലൂടെ എങ്ങനെ ഇത് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പം ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് NFC അല്ലെങ്കിൽ നമ്മുടെ NFC എന്ന് പറയുമ്പം നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു ടെക്നോളജിയാണ്. അത് വന്ന് ഞാൻ ഇതേലൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കാണാൻ കഴിയും. അത് ഡയറക്റ്റ്ലി ആ ഒരു ലിങ്കിലേക്ക് പോവുകയും ഈ സ്ഥലത്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഇപ്പോൾ നമുക്കറിയാം അല്ലേ, 8ാം സ്ഥലമാണെന്നും ഇത് കംപ്ലീറ്റ്ലി ആക്സസിബിലിറ്റി എനേബിൾഡ്. ഒരു കണ്ണ് കാണാത്ത കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത് കംപ്ലീറ്റ്ലി മനസ്സിലാവും ഇതിനകത്ത് എന്താ എഴുതിയേക്കുന്നത്. കാരണം ടോക്ക് ബാക്ക് എന്ന് പറയുന്ന ആക്സസിബിലിറ്റി ഫീച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആവും. ഇതെല്ലാം വായിച്ചു കൊടുക്കും. അദ്ദേഹം ഇവിടെ ഞെക്കി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇത് ബഫർ ചെയ്ത് അത് പ്ലേ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഓർസ്ലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഓർസ്ലത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട് ഉള്ളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെന്ന് മാത്രമല്ല, ഇനി ഇതിന് ഇംഗ്ലീഷിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും അവർക്ക് കേൾക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ. Jesus meets the women of Jerusalem.
Jesus turned to അതായത് നമുക്കറിയാമല്ലേ, ഒരു കാഴ്ചശക്തി കുറഞ്ഞ വ്യക്തിക്ക് മെയിനായിട്ടും അദ്ദേഹം മനസ്സിലാക്കുന്ന നോളജ് ഡിസമിനേറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നതും വിരലിലൂടെ സ്പർശനത്തിലൂടെയും ഓഡിയോ അല്ലെങ്കിൽ ചെവിയിലൂടെയാണ്. ആ രണ്ട് മീഡിയയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അവർക്ക് വരികയും അവർക്കിത് മനസ്സിലാക്കുകയും ഭക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫെയ്ത്തിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലാനായിട്ടും കൂടെയാണ് എല്ലാ മീഡിയത്തിലൂടെയും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ NFC ഇല്ലാത്തവർക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ലോഡ് ആവുകയും അത് കേൾക്കുകയും ചെയ്യും. ഇതാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒന്ന് ടെക്നോളജി, IoT പോലത്തെ ടെക്നോളജി, AI പോലത്തെ ടെക്നോളജി, പിന്നെ അത് മാത്രമല്ല നമ്മളിന്ന് സംസാരിക്കുന്ന 3D പ്രിൻറ്റിങ്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ കാണുന്നത് 3D പ്രിൻ്റഡാണ്. ഇത് കംപ്ലീറ്റ്ലി 3D പ്രിൻറ്റ് ചെയ്ത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളുമായിട്ടും മുതിർന്നവരുമായിട്ട് ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അവർക്കത് എത്ര കണ്ട് ഉപകാരപ്പെടും അല്ലെങ്കിൽ എത്ര കണ്ട് അവർക്ക് ഇത് മനസ്സിലാവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഓവർ. മാത്രമല്ല നമുക്ക് ഈ പുത്തമ്പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കാണാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു തറയിലെല്ലാം തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് കൂടുതൽ ഈ ഒരു കുരിശിൻ്റെ വഴിയിൽ ഓരോ സ്ഥലങ്ങളിലേക്കും പോകാനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മളിപ്പം പള്ളിയും ആക്സസബിൾ ആക്കുക എന്നുള്ളതാണ്. അതായത് പള്ളിക്കകത്തൂടെ നടക്കുമ്പം എവിടെയാണ് ഈ കുരിശിൻ്റെ വഴിയുടെ അടയാളങ്ങളുള്ളത്, അല്ലെ ഓരോ സ്ഥലവും എവിടെയാണെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ വേണ്ടി നടക്കുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, യൂഷ്വലി വൈറ്റ് കെയിൻ ഉപയോഗിച്ചാണ് ഇവർ നടക്കുന്നത്. അപ്പം വൈറ്റ് കെയിൻ കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും എന്താണ് ഡിഫറൻസ്. എന്നിട്ട് ആ സ്ഥലം എത്തുമ്പോൾ തന്നെ അവിടെ ഒരു ഡിമാർക്കേഷനും കൊടുത്തിട്ടുണ്ട്, ആ സ്ഥലത്തേക്ക് എങ്ങനെ വരണമെന്നുള്ളതും. ഇതൊരു സ്റ്റാൻഡേർഡാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ ആൻഡ് ഡോട്ട് എന്നാണ് തന്നെ പറയുന്നത്. ഇവിടെ നമ്മൾ ലൈനിലൂടെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെ നമ്മുടെ പള്ളിയുടെ വെളിയിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർക്ക് അറിയാൻ പറ്റും എങ്ങോട്ടാണ് നടക്കേണ്ടത്, എവിടെയാണ് സ്റ്റേഷൻ 1 സ്റ്റേഷൻ 2. അപ്പോൾ ആ നടന്ന് അത് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഒരു യാത്രയാണല്ലോ. അപ്പം നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ യാത്രയായിരുന്നു നമ്മുടെ പീഡാനുഭവ ചരിത്രം എന്ന് പറയുന്നത് തന്നെ. ആ ചരിത്രം നമ്മുടെ പള്ളിക്കകത്തൂടെ നടന്ന് അവർക്ക് മനസ്സിലാക്കി അത് മുഴുവൻ ഫീൽ ചെയ്ത് സെൻസ് ചെയ്ത് നടക്കാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്തത്. കാരണം കംപ്ലീറ്റ്ലി ആക്സസബിൾ ആക്കുക കുരിശിൻ്റെ വഴി എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളികളും എല്ലാ വിശ്വാസികൾക്കും ആക്സസബിൾ ആവണം. അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ്. അതെ. അപ്പം സാർ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇൻക്ലൂഷൻ ലാബിൻ്റെ ഭാഗമാകുന്നത്? സാറിൻ്റെ ഡെസിഗ്നേഷൻ എല്ലാം എന്നൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് റോബിൻ ടോമി. ഞാൻ TCSൻ്റെ സീനിയർ സയൻറ്റിസ്റ്റാണ്, ടാറ്റ കൺസൾട്ടൻസിയുടെ. അതിന് കൂടെ ഞാൻ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അഡ്ജങ്ക് പ്രൊഫസറും കൂടാണ്. ഞാൻ ഗവൺമെൻറ്റിൻ്റെയും ഒരു ഭാഗമാണ്. എസ്പെഷ്യലി ഞാൻ സോഷ്യൽ എൻ്റർപ്രൈസസ് ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന സിസ്റ്റം കേരളത്തിന് വേണ്ടി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 15 വർഷമായിട്ട് ഞാൻ ന്യൂറോ ഡൈവേഴ്സിറ്റി മേഖലയിൽ വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് കാഴ്ച പരിമിതിയുള്ളവർ, കേൾവിശേഷിയിൽ പരിമിതികളുള്ളവർ, അങ്ങനെ അതുപോലെ ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ളവർ, ഓക്കെ, അതുപോലെ നമ്മൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർ, പിന്നെ നമ്മുടെ മജോറിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ടെക്നോളജി എങ്ങനെ കൊണ്ടുവരാം, ഇന്നോവേഷൻ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിസർച്ച് നടത്തുന്ന വ്യക്തിയാണ്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നും വന്ന ഒരു പ്രചോദനമാണ് എനിക്ക്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പള്ളി വരുമെങ്കിലും പള്ളി വന്നു കേൾക്കുന്നു പോകുന്നു എന്നല്ലാതെ അതിനപ്പുറം ഇതെങ്ങനെ ഫീൽ ചെയ്യാൻ കഴിയുന്നുവെന്ന് പലപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ബ്രെയിൽ എനേബിൾഡ് ആവുക, അവരുടെ ഭാഷയിലും കൂടെ നമുക്കിത് സംസാരിക്കാൻ കഴിയുക. ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ പാലക്കാട് ഞങ്ങൾ ഹെലൻ കെല്ലർ സ്കൂളിൽ, ഹെലൻ കെല്ലർ എന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് സ്കൂളാണ്, കുട്ടികളുടെ സ്കൂളാണ്. അപ്പോൾ ഒരു ഏകദേശം 50ഓളം കുട്ടികൾക്കായിട്ട് ടാക്റ്റൈൽ എന്ന് ഞാൻ പറയുമ്പം അവർക്ക് ജോമെട്രി പഠിക്കുക. നമുക്കെല്ലാം അറിയില്ല, ജോമെട്രി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇവർ കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് അത് പഠിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അവർക്ക് ടാക്റ്റൈലായിട്ടുള്ള ഷേപ്പുകൾ, അപ്പം അത് ട്രയാങ്കിൾ ആയിക്കോട്ടെ, സർക്കിൾ ആയിക്കോട്ടെ, 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ബ്രെയിൽ ഉപയോഗിച്ച് നമ്മൾ കൊടുത്തു. അതും വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്കൊരു പാഠം വന്നതെന്നു വെച്ചാൽ, ഇത് നമുക്കിപ്പം സഭയുടെ ഇതിനൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നു തുടങ്ങിയല്ലേ. പക്ഷെ എന്നാലും നമുക്ക് ഇവരെ ഒന്ന് പള്ളിയിലേക്ക് ആകർഷിക്കാനും അത് മാത്രമല്ല ഇവരെ ഈ പള്ളിയിൽ ഉൾക്കൊള്ളിക്കാനും എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ചർച്ചയിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സംവിധ എന്ന് പറയുന്ന ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ജോസച്ചനും ജിനേഷ് സാറും അതുപോലെ തന്നെ ഞങ്ങളുടെ ശോഭാ മിസ്സും ഇങ്ങനെ കുറേ പേര് അങ്ങനെ ഒരു ഡിസ്കഷൻ, ഡേവിഡ് അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഡിസ്കഷനിലാണ് നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ, അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൂടാ. അങ്ങനെ പതുക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് അങ്ങനെയാണ് പുത്തൻപള്ളി ആദ്യമായി, ഞാൻ പറയും ഇപ്പോൾ ലോകത്ത് തന്നെ ആദ്യമായിരിക്കും യൂണിവേഴ്സലി ആക്സസിബിൾ ആകുക. അത് എസ്പെഷ്യലി കുരിശിൻ്റെ വഴിയിലൂടെ അത് തുടങ്ങുക. അതും ഈസ്റ്ററിന് മുമ്പ് അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേക്ക് മുമ്പ് നമുക്കത് തുടങ്ങാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും ആദ്യത്തെ തന്നെയുള്ള ഒരു പ്രൊജക്റ്റാണോ ഇതപ്പം സംവിധാ ലാബിൻ്റെ? ഓക്കെ, അപ്പം ഇനിയും ഒത്തിരി പ്രൊജക്റ്റുകൾ ഈ ഒരു
ഒരു വലിയ വാരത്തിലൂടെ തന്നെ ആരംഭിച്ച് ഇനിയുള്ള ജീവിതത്തിൽ ഇനിയുള്ള ആ ഒരു ലൈഫ് ജേണിയിലെല്ലാം ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒപ്പം തന്നെ സംനീത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബും അത്രയും കട്ടയ്ക്ക് തന്നെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായി തന്നെ ഇനിയും നടക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ.